ഡു യു ഹാവ് സം ടൈം? നിങ്ങളുടെ കയ്യിൽ കുറച്ച് സമയമുണ്ടോ? ഈ ഒരു ക്വസ്റ്റ്യൻ ശരിയാണോ തെറ്റാണോ? ഈ ഒരു ക്വസ്റ്റ്യൻ ശരിയാണ്. പക്ഷേ നമ്മളുടെ ടീച്ചർമാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ശരിയല്ല എന്ന്. അതിൻ്റെ കാരണം സം ഉപയോഗിച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുവാൻ പാടില്ല എന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെയല്ല. സം ഉപയോഗിച്ച് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അത് എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ആൻസർ യെസ് എന്നാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് സം ഉപയോഗിച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഒരു വ്യക്തിയോട്, അതായത് ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയോടാണ് ചോദിക്കുന്നതെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ കറക്റ്റാണ്. അതായത് എനിക്കറിയാം അദ്ദേഹം യെസ് എന്നേ മറുപടി പറയത്തുള്ളൂ. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഡു യു ഹാവ് സം ടൈം? താങ്കളുടെ കയ്യിൽ കുറച്ച് സമയമുണ്ടോ എന്നോടൊന്ന് സംസാരിക്കുവാനായിട്ട്, അല്ലെങ്കിൽ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുവാനായിട്ട് താങ്കളുടെ കയ്യിൽ കുറച്ച് സമയമുണ്ടോ? ഈ ഒരു ക്വസ്റ്റ്യൻ ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരാളോടാണ് ഞാൻ ചോദിക്കുന്നതെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ കറക്റ്റാണ്. നെക്സ്റ്റ്, ഡു യു ഹാവ് സം ടൈം ടു ഹെൽപ്പ് മീ? എന്നെ സഹായിക്കുവാനായിട്ട് സമയമുണ്ടോ? നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ ഈ ചോദ്യം ചോദിച്ചത് ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരാളോടാണ്. അതുകൊണ്ട് എനിക്കറിയാം അദ്ദേഹം യെസ് എന്നേ മറുപടി പറയത്തുള്ളൂ. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, ഡു യു ഹാവ് എനി ടൈം ടു ഹെൽപ്പ് മീ? ഈ ഒരു ക്വസ്റ്റ്യൻ ശരിയാണോ തെറ്റാണോ? ഇവിടെ നമ്മൾ സം എന്നുള്ള വേർഡല്ല ഉപയോഗിച്ചിരിക്കുന്നത്, എനി എന്നുള്ള വേർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ ശരിയാണോ തെറ്റാണോ? ഈ ഒരു ക്വസ്റ്റ്യനും ശരിയാണ്. അതായത് നമ്മൾ ഈ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ നമുക്ക് ആൻസർ യെസ് എന്നാണെന്ന് അറിയത്തില്ലെങ്കിൽ, ആൻസർ എന്താണെന്ന് നമുക്കൊരു ഉറപ്പുമില്ലെങ്കിൽ നമ്മൾ സം എന്നുള്ള വേർഡ് ഉപയോഗിക്കരുത്, എനി എന്നുള്ള വേർഡ് വേണം യൂസ് ചെയ്യാനായിട്ട്. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഡു യു ഹാവ് എനി ടൈം ടു ഹെൽപ്പ് മീ? എന്നെ സഹായിക്കുവാനായിട്ട് സമയമുണ്ടോ? ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുന്നത് എനിക്ക് ആൻസർ എന്തെന്ന് അറിയത്തില്ല, എനിക്കറിയാത്ത ഒരു വ്യക്തിയുടെ അടുത്താണ് ഞാൻ ഈ ഒരു ചോദ്യം ചോദിക്കുന്നത്. ഡു യു ഹാവ് എനി ടൈം ടു ഹെൽപ്പ് മീ? പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, ഡു യു ഹാവ് എനി ടൈം ടു ഹെൽപ്പ് ദിസ് വീക്കെൻഡ്? ഈ വീക്കെൻഡിൽ എന്നെ സഹായിക്കുവാനായിട്ട് സമയമുണ്ടോ? ഡു യു ഹാവ് എനി ടൈം ടു ഹെൽപ്പ് ദിസ് വീക്കെൻഡ്? ഡു യു വാണ്ട് സം വാട്ടർ? താങ്കൾക്ക് കുറച്ച് വെള്ളം എടുക്കട്ടെ, അല്ലെങ്കിൽ വെള്ളം വേണോ? ഡു യു വാണ്ട് സം വാട്ടർ? ഈ ഒരു ക്വസ്റ്റ്യൻ ശരിയാണോ തെറ്റാണോ? ഈ ഒരു ക്വസ്റ്റ്യനും ശരിയാണ്. നിങ്ങൾ ഈ ഒരു ചോദ്യം വളരെ ദാഹിച്ചിരിക്കുന്ന ഒരു വ്യക്തിയോടാണ് ചോദിക്കുന്നതെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ശരിയാണ്. നിങ്ങൾക്കറിയാം ആൻസർ യെസ് എന്നാണ്. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഡു യു വാണ്ട് സം വാട്ടർ? താങ്കൾക്ക് കുറച്ച് വെള്ളം വേണമോ? നെക്സ്റ്റ്, വുഡ് യു ലൈക്ക് സംതിങ് ടു ഡ്രിങ്ക്? കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? നമ്മുടെ വീട്ടിൽ വരുന്ന ഗസ്റ്റിനോടൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണിത്. വുഡ് യു ലൈക്ക് സംതിങ് ടു ഡ്രിങ്ക്? കാരണം നിങ്ങൾക്കറിയാം നമ്മുടെ ഗസ്റ്റ് യെസ് എന്നേ മറുപടി പറയത്തുള്ളൂ. നെക്സ്റ്റ്, വുഡ് യു ലൈക്ക് സം ജ്യൂസ്? കുറച്ച് ജ്യൂസ് എടുക്കട്ടെ? വുഡ് യു ലൈക്ക് സം കോഫി? കോഫി എടുക്കട്ടെ? വുഡ് യു ലൈക്ക് സം വാട്ടർ? കുറച്ച് വെള്ളം എടുക്കട്ടെ? ഈ ചോദ്യങ്ങളെല്ലാം ചോദിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഗസ്റ്റ് യെസ് എന്നേ മറുപടി പറയത്തുള്ളൂ. നെക്സ്റ്റ്, ഹേയ് യു ആർ ഓഫ് ടുമോറോ? നാളെ നീ അവധിയാണ്. ഡു യു ഹാവ് സം ടൈം ടു ഹെൽപ്പ് മീ? എന്നെ സഹായിക്കുവാനായിട്ട് കുറച്ച് സമയമുണ്ടോ? ഷുവർ, തീർച്ചയായിട്ടും. ഐ വിൽ ബി ഹാപ്പി ടു ഹെൽപ്പ് യു. ഞാൻ താങ്കളെ സഹായിക്കാം. നെക്സ്റ്റ്, ഡസ് ഷീ ഹാവ് സം ടൈം ടു ഹെൽപ്പ് മീ? അവൾക്ക് എന്നെ സഹായിക്കുവാനായിട്ട് സമയമുണ്ടോ? യെസ്, ഷീ ഹാവ് സം ടൈം ടു ഹെൽപ്പ് മീ. അതെ, അവൾക്ക് എന്നെ സഹായിക്കുവാനായിട്ട് സമയമുണ്ട്. നെക്സ്റ്റ്, ഹീസ് ബീൻ റണ്ണിങ്? അദ്ദേഹം ഓടുകയാണ്. ഹീ ലുക്സ് ടയേർഡ്? അദ്ദേഹം തളർന്നിരിക്കുകയാണ്. ഡസ് ഹീ നീഡ് സം വാട്ടർ? അദ്ദേഹത്തിന് കുറച്ച് വെള്ളം വേണമോ? യെസ്, ഹീ നീഡ് സം വാട്ടർ. അതെ, അദ്ദേഹത്തിന് കുറച്ച് വെള്ളം വേണം.
ഡസ് ഹി നീഡ് സം വാട്ടർ? അദ്ദേഹത്തിന് കുറച്ച് വെള്ളം വേണമോ? യെസ്, ഹി നീഡ് സം വാട്ടർ. അതെ, അദ്ദേഹത്തിന് കുറച്ച് വെള്ളം വേണം. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം യെസ് എന്നാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ സം ആഡ് ചെയ്യാം. ഇനി യെസ് എന്നാണെന്ന് നിങ്ങൾക്ക് ഉറപ്പില്ലെങ്കിൽ, നിങ്ങൾക്ക് ഒരു ഐഡിയയും ഇല്ലെങ്കിൽ, നിങ്ങൾ സം എന്നുള്ള വേർഡ് ക്വസ്റ്റ്യനിൽ ആഡ് ചെയ്യരുത്. അതിന് പകരം എനി എന്നുള്ള വേർഡ് വേണം ക്വസ്റ്റ്യനിൽ ആഡ് ചെയ്യുവാൻ.